ശരി. അപ്പോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് പുതിയ ഒരു സീക്രട്ടാണ്. പുതിയ ഒരു റൂളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു വൈ നമ്മുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വൈ നമ്മുടെ കൂടെ എപ്പോഴും വേണം. എന്തിന് ഞാനിത് ചെയ്യണം? എന്തുകൊണ്ട് ഞാനിത് വായിക്കണം? എന്തുകൊണ്ട് ഞാനിത് കേൾക്കണം? ആ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാജിക് നമ്മളിൽ വർക്ക് ചെയ്യുള്ളൂ. നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരണം. നമുക്കൊരു ക്വാണ്ടം ലീപ്പ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. നമ്മളൊരിക്കലും എന്താണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 4, 5, 6, 7 ഡെക്കേഡ്സ് കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട സമയം വരുമ്പോൾ നമുക്ക് എന്ത് തോന്നരുത്? നമുക്ക് റിഗ്രറ്റ് തോന്നരുത്. എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന റിഗ്രറ്റുകളാണ്. മരണസമയത്ത് ഒരുപാട് മനുഷ്യരെ ഹോണ്ട് ചെയ്ത റിഗ്രറ്റുകളിൽ ഒന്നാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല. എനിക്ക് എത്താൻ സാധിക്കുമായിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കംഫർട്ടാണ് പ്രിഫർ ചെയ്തത്. ഞാൻ സേഫ്റ്റിയാണ് പ്രിഫർ ചെയ്തത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫിനേക്കാൾ, ഫ്രീഡം നിറഞ്ഞ ഒരു ലൈഫിനേക്കാൾ ഞാൻ സേഫ് ആയിട്ടുള്ള ഒരു ജേണി, കംഫർട്ട് ഉള്ള ഒരു ജേണിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ലൈഫിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആകാൻ സാധിക്കുമായിരുന്ന ഒന്നിനെ എനിക്ക് ആക്ച്വലൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്നാണ്. കാര്യം നമ്മൾ ഹ്യൂമൻ, ബീയിങ് എ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിലൊന്ന് ആ മിറാക്കുലസ് ആയിട്ടുള്ള ആ ലൈഫിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ലൈഫിന് ഇതിനപ്പുറത്തേക്ക് മീനിങ് ഒക്കെ ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യലാണ്. എൻ്റെ പൊട്ടൻഷ്യലിൽ എനിക്ക് എത്തിയാൽ മാത്രമേ ഒരു തരത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസമാധാനമായിട്ട് എനിക്ക് വാർദ്ധക്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത റൂളിലേക്ക് നമ്മൾ പോവാണ്, അടുത്ത സീക്രട്ടിലേക്ക് പോവാണ്. എന്താണ് നെക്സ്റ്റ് സീക്രട്ട്? നെക്സ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ചേസ് ദ ഹാർഡ് തിങ് ഫസ്റ്റ്. ചേസ് ദ ഹാർഡ് തിങ് ഫസ്റ്റ്, അല്ലെങ്കിൽ ചേസ് ദ ഹാർഡ് തിങ് എന്ന് വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഒരു ഫസ്റ്റും കൂടെ ചേർത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് ചേസ് ദ ഹാർഡ് തിങ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മുടെ ചേതൻ ഭഗത്ത് ഒരു എക്സാമ്പിളിലൂടെയാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം ബോബി എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. ബോബിക്ക് 35 വയസ്സാണ്. അദ്ദേഹത്തിന് നല്ല ഒരു ജോലിയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതോടുകൂടി അദ്ദേഹം തന്റെ ജോലി കിട്ടിയതോടുകൂടി 35 വയസ്സായതോടുകൂടി അദ്ദേഹം വിചാരിച്ചു, ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു, ഇനി എനിക്ക് എൻജോയ് ചെയ്യണം, ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണം. പഠിക്കുന്ന പ്രായത്തിലൊക്കെ ഞാൻ വളരെ റെസ്ട്രിക്റ്റഡ് ലൈഫായിരുന്നു. ഇനി അത്തരം ഒരു റെസ്ട്രിക്ഷനും പാടില്ല. ഞാൻ ഏൺ ചെയ്ത് എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും എനിക്ക് പാടില്ല. ഞാൻ എന്നെ ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ഞാൻ സുഖത്തിൻ്റെ പാതയിൽ, സന്തോഷത്തിൻ്റെ പാതയിൽ ജീവിക്കും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഉണരും വരെ കിടന്നുറങ്ങി, വയറ് നിറയുന്ന വരെ ഭക്ഷണം കഴിച്ചു, അതും സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. എന്താ പറയാ, ഉറങ്ങി വീഴുന്നത് വരെ അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഒരു മോഡേൺ മനുഷ്യന് ജീവിതം ആസ്വദിക്കാൻ പറ്റുക, ആ രീതിയിലൊക്കെ അദ്ദേഹം ജീവിതം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വലിയ TV ആണ്. അതുപോലെ മുമ്പിലൊരു വളരെ വില കൂടിയ ഒരു കൗച്ചാണ് ഇട്ടിരിക്കുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ നിറയെ ഭക്ഷണമാണ്. അതിൽ വളരെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഷുഗറി ഫുഡ്, സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട്, TV കണ്ടുകൊണ്ട് ഇതും കഴിച്ച് ലേറ്റ് നൈറ്റ് ഇരിക്കുക, പിന്നെ ലേറ്റ് ആയിട്ട് ഉണരുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു റുട്ടീൻ. അദ്ദേഹം ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത്, ഞാൻ ജീവിതം ആസ്വദിക്കുന്നു. അപ്പൊ അവർ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും, കഴിച്ചാലും മരിക്കും, കഴിച്ചില്ലെങ്കിലും മരിക്കും, എക്സർസൈസ് ചെയ്താലും മരിക്കും, എക്സർസൈസ് ചെയ്തില്ലെങ്കിലും മരിക്കും എന്നൊക്കെ അദ്ദേഹം ഫിലോസഫി അടിക്കും. ഇത് ഫേക്ക് ആയിട്ടുള്ള ഫിലോസഫിയാണ്, സ്യൂഡോ ഫിലോസഫിയാണ്. അത് തൽക്കാലത്തേക്ക് നമ്മൾ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ഫിലോസഫി കൊണ്ടുവരിക. അങ്ങനല്ല ചെയ്യേണ്ടത്. ഫിലോസഫിക്ക് അനുസരിച്ച് നമ്മൾ മാറുക വേണ്ടത്. നമ്മളെ മാറുന്നതനുസരിച്ച് ഫിലോസഫി കൊണ്ട് നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അതായത് നമ്മൾ
ഒരു വട്ടം വരച്ച് അതിൻ്റെ നടുക്ക് ഷൂട്ട് ചെയ്യുകയാണ് ശരിക്ക് വേണ്ടത്. പകരം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുകയും അതിന് ചുറ്റും വട്ടം വരയ്ക്കുകയും ചെയ്താലോ? അതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ ഫിലോസഫിക്ക് അനുസരിച്ച് നമ്മൾ മാറുക വേണ്ടത്. നമുക്കനുസരിച്ച് ഫിലോസഫിയെ കൊണ്ടുവരുന്നത് അപകടമാണ്. ഇത് പുള്ളി അത്ര അപകടം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്, എനിക്ക് ഈ നിമിഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറെ സ്യൂഡോ ഫിലോസഫി പറഞ്ഞു. ഏതായാലും 35 വയസ്സുള്ള ബോബിക്ക് 40 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ചില കിതപ്പ്, ഒരു അൺഈസിനെസ് ഫീൽ ചെയ്തിട്ട് അദ്ദേഹം ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഹോൾ ബോഡി ചെക്കപ്പ് പറഞ്ഞു. ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്. 40 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് ഈ 3 രോഗങ്ങളും ഉണ്ട്. ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം, നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം, പിന്നെ മരുന്നുകൾ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് എ ഡസൻ ടാബ്ലറ്റ്സ് അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. എല്ലാ ദിവസവും ഇത് കഴിച്ചാൽ മതി, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. 50 വയസ്സായപ്പോഴേക്കും അടുത്ത 5 വർഷം അദ്ദേഹം അതേ ലൈഫ് തന്നെ പിന്തുടർന്നു, മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. 50 വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം വെയിറ്റ് ഗെയിൻ ചെയ്തു. അദ്ദേഹത്തിന് ലാർജ് ഷർട്ട് ഇട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഡബിൾ XL ഷർട്ട് ഇട്ടാലേ അത് തനിക്ക് സ്യൂട്ട് ആവുള്ളൂ എന്ന അവസ്ഥയായി. കാണുന്നവരൊക്കെ പക്ഷെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. സാരമില്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇത്രയും വലിയൊരു ഫിഗർ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. അത് ഇദ്ദേഹത്തിന് സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ്, ഇദ്ദേഹത്തോട്ട് ഡിബേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഒരു വിധം മുമ്പോട്ട് പോയി. 52-53 വയസ്സിൽ അദ്ദേഹം ഒരു ദിവസം ഓഫീസിൽ കൊളാപ്സ് ചെയ്തു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, താമസിച്ചു പോയി, അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് വന്നു. അത് പിറ്റേ ദിവസം വലിയൊരു ഫ്യൂണറലൊക്കെ നടന്നു. ഒരുപാട് പേര് പങ്കെടുത്തു. എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ചിലർ ക്രിട്ടിസൈസ് ചെയ്തു, ചിലർ കരഞ്ഞു, ചിലർ നിർവികാരരായിട്ട് നിന്നു. ഓഫീസിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. തീർന്നു. നൗ ബോബി എന്ന് പറയുന്ന എപ്പിസോഡ് 52 ഇയേഴ്സ് ഫിനിഷ്ഡ്. ഇവിടെ ചേതൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു നോർമലി അദ്ദേഹം ജീവിച്ചു പോകുമായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് അത്യാവശ്യം ഫിനാൻഷ്യലി ഒക്കെ സൗണ്ടാണ്, അദ്ദേഹം ജീവിച്ചു പോയിരുന്നെങ്കിൽ ആരോഗ്യമൊക്കെ നോക്കി ഒരു 85 സുഖമായിട്ട് പോകും. 85 അദ്ദേഹം എന്തായാലും പോകും. പക്ഷെ അദ്ദേഹം 52-53 വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. അതായത് ഒരു 30 വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്ന്. ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു 30 വർഷം അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതൊരു നഷ്ടം തന്നെയാണ്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ലക്കാണ്. അതിൽ തന്നെ നമുക്ക് വളരെ പ്രഷ്യസ് ആണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രഷ്യസ് ആണ്. അങ്ങനെയുള്ളപ്പോഴാണ് 30 വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജീവിക്കാൻ സാധിക്കുമായിരുന്ന 30 വർഷം നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രം നമുക്ക് നഷ്ടമാകുന്നു. അതൊരു വലിയ നഷ്ടമാണ്. ആ നഷ്ടം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകും. അപ്പം ചേതൻ പറയുന്നത് അത് പാടില്ല. ജീവിതം അങ്ങനെ എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല. ശരിയാണ്, അദ്ദേഹം വേറെ ഗുരുതരമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം ആരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് മാത്രമാണോ തെറ്റ്? അല്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തെറ്റാണ്, സംശയമൊന്നുമില്ല. തന്നെ ദ്രോഹിക്കുന്നത് അതുപോലെയുള്ള ഒരു മിസ്റ്റേക്കാണ്. തന്നെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എക്സർസൈസ് ചെയ്യാതിരിക്കുന്നത് തന്നെ ദ്രോഹിക്കലും തുല്യമാണ്. തെറ്റായ ഫുഡ്, തെറ്റായ ആഹാര രീതി പിന്തുടരുക എന്ന് പറയുന്നത് തന്നോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പൊ തന്നോട് ചെയ്യുന്ന ദ്രോഹമാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. മറ്റുള്ളവരോട് അദ്ദേഹം വളരെ ഫെയർ ആയിരുന്നു, പക്ഷെ സ്വയം അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ പ്രൈസാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത്. ചേതൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ജീവിതത്തെക്കുറിച്ച് ഒരു ടോട്ടലി നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം. ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റിയെക്കുറിച്ച് നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം. മനുഷ്യായുസിനെ കുറിച്ച് നമുക്കൊരു പെർസെപ്ഷൻ വേണം. ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ അനാട്ടമി, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് അവയർനെസ് വേണം. നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് അവയർനെസ് വേണം. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്യില്ല? ചേസിങ് പ്ലഷർ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയേ അല്ല. ജീവിതത്തിന്റെ മുമ്പിൽ വെക്കാവുന്ന കൊള്ളാവുന്ന ഒരു തത്വചിന്തയായിട്ട് ഒരിക്കലും എന്ത് പറ്റില്ല? ചേസിങ് പ്ലഷർ. എന്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു? ഞാൻ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും പറയാവുന്ന, മുമ്പോട്ട് വെക്കാവുന്ന ഒരു ആദർശമല്ല. ജീവിതത്തിന് അതിനേക്കാൾ അർത്ഥമുണ്ട്. പ്ലഷർ മാത്രം അന്വേഷിച്ച് പോയാൽ കിട്ടാത്ത അർത്ഥങ്ങൾ നിറഞ്ഞ ഒരു പ്രഹേളിക അല്ലെങ്കിൽ ഒരു കടങ്കഥയാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തന്നെ പോകണം.
അതിന് പ്ലഷർ അല്ല നമ്മൾ ചേസ് ചെയ്യേണ്ടതോ, ചേസ് ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അദ്ദേഹം ചേതൻ ഈ രഹസ്യം വളരെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു രഹസ്യം ഞാൻ എന്നാണോ തിരിച്ചറിഞ്ഞത് അന്ന് മുതൽ എൻ്റെ ലൈഫ് മാറി തുടങ്ങി. അദ്ദേഹം കോളേജ് ഡേയ്സിൽ തന്നെ ആ രഹസ്യം തിരിച്ചറിയുന്നുണ്ട്. ജീവിതം എളുപ്പമല്ല, ജീവിതം ഹാർഡ് തിങ്സിനെ ഫോളോ ചെയ്യാനുള്ളതാണ് ലൈഫ് എന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ മേഖലകളിലും വിജയിക്കാൻ പറ്റി. അദ്ദേഹം എഴുതിയപ്പോൾ അത് വിജയിച്ചു. അദ്ദേഹം ഒരു എംപ്ലോയി ആയിരുന്നപ്പോൾ അതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ബാങ്കിങ് സെക്ടറിലേക്ക് പോയപ്പോൾ അതിൽ അദ്ദേഹം വിജയിച്ചു. ഈവൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ പോലും ആദ്യകാലത്തൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫിൻ്റെ സീക്രട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ചേസ് ദ ഹാർഡ് തിങ്സ്. ഒന്നും ഈസി അല്ല. എന്നിട്ട് അദ്ദേഹം അതിനെ ഒരു നട്ട്ഷെല്ലിലാക്കുന്നുണ്ട്. നട്ട്ഷെല്ലിലാക്കി അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. എന്താണത്? ലൈഫ് ഈസ് അപ്പ് ഹിൽ. ജീവിതം ഒരു കുന്ന് കയറുന്നത് പോലെയാണ്. ഇത് അദ്ദേഹം എന്നും എഴുതി വെക്കുമായിരുന്നു. എല്ലാ ദിവസവും കിടക്കയിൽ നിന്ന് ഉണരുമ്പോൾ അദ്ദേഹം ആദ്യം വായിക്കുന്ന ആദ്യത്തെ മാജിക്കൽ ലൈൻസിൽ ഒന്ന് ലൈഫ് ഈസ് അപ്പ് ഹിൽ എന്നുള്ളതാണ്. ജീവിതം ഒരു കയറ്റമാണ്. ജീവിതം മുന്നോട്ടുള്ള ഒരു കയറ്റമാണ്, മുകളിലേക്കുള്ള ഒരു കയറ്റമാണ്. എനിക്കൊരിക്കലും കയറ്റത്തിന് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. പറ്റും, കുറച്ചു നേരം എനിക്ക് നിൽക്കാം, കുറച്ചു നേരം നിന്ന് ആസ്വദിക്കാം, കാഴ്ചകൾ കാണാം, വീണ്ടും എനിക്ക് കയറണം. എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ആ ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റിയിലേക്ക് എനിക്ക് പോകണമെങ്കിൽ നിർത്താതെ കയറേണ്ട ഒന്നാണ് ലൈഫ് എന്ന് പറയുന്നത്. ഒന്നും ഈസി ആയിട്ട്, വില പിടിച്ച ഒന്നും ഈസി ആയിട്ട് നമ്മളിലേക്ക് വരില്ല. നമുക്ക് കിട്ടുന്നത് മുഴുവൻ ചീപ്പ് ഡോപ്പമൈൻ ആയിരിക്കും. ചീപ്പ് ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പോയി കുറച്ച് പൊട്ടറ്റോ ചിപ്സോ അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീംസോ അല്ലെങ്കിൽ കുറച്ച് ബേക്കറി ഫുഡ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കലാണ് ചീപ്പ് ഡോപ്പമൈൻ. പക്ഷെ ചീപ്പല്ല നമുക്ക് വേണ്ടതോ, ഏൺഡ് ഡോപ്പമൈൻ. ഏൺഡ് ഡോപ്പമൈൻ എങ്ങനെ കിട്ടും നമുക്ക്? ഹാർഡ് തിങ്സിലൂടെ മാത്രം. നമ്മൾ ഹാർഡ് തിങ്സിനെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏൺഡ് ഡോപ്പമൈൻ കിട്ടുക. ഏൺഡ് ഡോപ്പമൈൻ എന്ന് പറയുന്നത് പ്രപഞ്ചം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. നമ്മുടെ ഓവറോൾ ഹെൽത്തിന്, മാനസികമായ ഹെൽത്തിനും ശാരീരികമായ ഹെൽത്തിനും ഈ ഏൺഡ് ഡോപ്പമൈൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ചീപ്പ് ഡോപ്പമൈൻ നമ്മളെ താഴേക്ക് കൊണ്ടുപോകുമെങ്കിൽ, നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ, ഏൺഡ് ഡോപ്പമൈൻ നമ്മളെ എൻലൈറ്റൻമെൻറ്റിലേക്ക് കൊണ്ടുപോകും. ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അദ്ദേഹം പറയുന്നത് ലൈഫ് ഈസ് അപ്പ് ഹിൽ. ഈ ഒരു സീക്രട്ട് അദ്ദേഹം പറയുന്നത് ജീവിതം മനോഹരമായ ഒരു കുന്നാണ്, ഒരു പച്ച പുതച്ച് നിൽക്കുന്ന ധാരാളം പൂക്കളുള്ള പഴങ്ങളുള്ള ഒരു വലിയ പർവ്വതമാണ് ജീവിതം. പക്ഷേ അതൊരു കയറ്റമാണ്. അതാണ് ഈ മനോഹാരിത, ഈ ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷെ നിങ്ങൾ ആ കയറുന്നത് ഒരിക്കലും നിർത്തരുത്. ആരോഗ്യം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? 20 വയസ്സിൽ എല്ലാവരും ഹെൽത്തിയാ, സംശയമൊന്നുമില്ല. ഇൻ യുവർ 20s എല്ലാവരും ഹെൽത്തിയാണ്. പക്ഷേ 40 വയസ്സിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് കൊടുക്കണം. അതിന് നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കണം, എനർജി കൊടുക്കണം, എഫർട്ട് കൊടുക്കണം, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കണം, നിങ്ങളുടെ മൈൻഡ് കൊടുക്കണം. എങ്കിൽ മാത്രമേ 40 വയസ്സിലും 20 വയസ്സ് പോലെ തന്നെ ഇരിക്കാം. പക്ഷേ പ്രൈസ് കൊടുക്കണം, വില കൊടുക്കണം. അത് ചീപ്പായിട്ട് കിട്ടില്ല. അപ്പം 20 വയസ്സിൽ ആരോഗ്യം വളരെ ലാവിഷായിട്ട് നമുക്കുണ്ട്. പക്ഷെ 40 വയസ്സിൽ നമ്മളത് ഏൺ ചെയ്യണം. 50 വയസ്സിൽ ഇനിയും അത് ഏൺ ചെയ്യണം, 60ലും എല്ലാം. ഇപ്പം അടുത്തൊരു സ്റ്റഡി ഞാൻ വായിച്ചു കേട്ടോ. അത് വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്നൊരു സ്റ്റഡി വായിച്ചു. അത് പറയുന്നത് ഇപ്രകാരമാണ്: 9 വയസ്സ് വരെയാണത്രേ മനുഷ്യൻ്റെ ബാല്യകാലം. 9 വയസ്സ് വരെ. 9 കഴിഞ്ഞാലുള്ള ഒരു ഫിഗർ അവർ പറയുന്നത് 32 ആണ്. അവർ പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടല്ല, ബ്രെയിനിന്റെ ചില ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അത് കുറച്ചുകൂടെ ഇരുന്ന് വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ബ്രെയിനിന്റെ ചില ഫംഗ്ഷൻ വെച്ചിട്ട് അവർ പറയുന്നത് 9 കഴിഞ്ഞാൽ 9 തൊട്ട് 32 വയസ്സ് വരെ നിങ്ങൾക്ക് ടീനേജ് ആണെന്നാ പറയുന്നത്, കൗമാരകാല എന്നാ പറയുന്നത്. ബ്രെയിനിന്റെ അങ്ങനെയാണ് അത്ര പുതിയ ഫംഗ്ഷൻ കണ്ടുപിടിച്ചേക്കണേ. 32 വയസ്സ് വരെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു ടീനേജ് മോഡിലാണ് അത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 33ാമത്തെ വയസ്സിലാണ് നിങ്ങളുടെ യൂത്ത് ആരംഭിക്കുന്നത്. 33 വയസ്സ് മുതൽ 66 വയസ്സ് വരെ നിങ്ങൾ യൂത്ത്ഫുൾ ആയിരിക്കും, പ്രൊവൈഡഡ് നമ്മൾ അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ഇതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഫെയ്ഡ് ആവും, നമുക്ക് കൈവിട്ട് കളയാം. പക്ഷേ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് ജീവിച്ചാൽ,
66 വയസ്സ് വരെ യൗവനമാണ്. 67ാമത്തെ വയസ്സിൽ ജസ്റ്റ് നിങ്ങൾ എവിടേക്ക് പോകും? ഓൾഡ് ഏജിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ആണ് ആ ഒരു സ്റ്റഡി ഞാൻ കണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത് വെറുതെ കിട്ടുന്നതാണോ? അല്ല, വെറുതെ കിട്ടില്ല. ജീവിതത്തിൽ വില പിടിച്ച ഒന്നും ചീപ്പായിട്ട് കിട്ടില്ല. ജീവിതം ചീപ്പല്ല, ഒന്നും തന്നെ ചീപ്പല്ല. നമ്മൾ ഏൺ ചെയ്യണം. ഞാൻ പറയുന്നത് കുറെ കാശ് എടുത്ത് കൊടുത്താൽ കിട്ടുമെന്നല്ല കേട്ടോ. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാശുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. കാശ് കൊടുത്തല്ല, ഏൺ ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ മുഴുവൻ എടുത്തു കൊടുക്കണം. ദ ടോട്ടാലിറ്റി, നമ്മളുടെ ഉള്ളിലുള്ള ആ മുഴുവൻ സംഗതിയും കൊടുത്താൽ മാത്രമേ ലൈഫ് തിരിച്ചിങ്ങോട്ട് തരുള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് ലൈഫ് പിന്നെ ഡാൻസിങ് ആയിരിക്കും, മാജിക്കലായിരിക്കും. ഇതാണ് അദ്ദേഹം പറയുന്ന ഹാർഡ് തിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സീക്രട്ട്. അപ്പം എല്ലാ ദിവസവും അദ്ദേഹം പറയുന്നത് എവ്രി ഡേ വേക്ക് അപ്പ് ആൻഡ് റിയലൈസ് ദാറ്റ് യു ഹാവ് ടു ക്ലൈംബ് അപ്പ് ഹിൽ. അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിയലൈസ് ചെയ്യണം, ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് മുൻപോട്ട് കയറാനുള്ള. ഓരോ ദിവസവും നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം, അല്പമെങ്കിലും കയറിക്കൊണ്ടിരിക്കണം. ഈ ഒരു പാഠത്തിന് ശേഷം നമ്മുടെ വിരാജ് ശുക്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എല്ലാ ദിവസവും ഓടാൻ തുടങ്ങി. അദ്ദേഹം ലിങ്ക്ഡിനിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റാസ് ഒക്കെ കൊടുത്തു തുടങ്ങി, ജോലി അന്വേഷിച്ചു തുടങ്ങി. അദ്ദേഹം കുറെ കൂടെ സീരിയസ് ആയിട്ട് ലൈഫിനെ കണ്ടു തുടങ്ങി. അതിനൊക്കെ ഈ ഒരു ലൈഫ് ഈസ് അപ്പ് ഹിൽ എന്ന് അദ്ദേഹം എഴുതി വെച്ചു അവിടെ. അപ്പ് ഹിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓരോ ദിവസവും എന്ത് ചെയ്യണം? ക്ലൈംബ് ചെയ്യണം. എൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് വന്നിട്ട് ഞാൻ ക്ലൈംബ് ചെയ്യണം. ഞാൻ കുറച്ച് എഫേർട്ട് ഇടണം. ഇപ്പം ഹെൽത്ത് ആണെങ്കിൽ ഞാൻ കുറച്ച് നേരം നടക്കണം, എക്സർസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം, ഓടണം. ഞാൻ എന്താണോ എൻ്റെ ലക്ഷ്യം അതിനനുസരിച്ച് ഞാൻ ചെയ്യണം. ഇഫ് യു ഡോണ്ട് ചേസ് യുവർ ഹാർട്ട് ഈച്ച് ഡേ, ദ ഹാർട്ട് വിൽ ചേസ് യു ഡൗൺ വൺ ഡേ. നമ്മൾ അതിനെ ചേസ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ഒരു ദിവസം വേട്ടയാടി കളയും, നമ്മളെ ഒന്നുമല്ല ഉണ്ടാക്കി കളയും. അങ്ങനെ ഒരുപാട് മനുഷ്യരെ എനിക്ക് ചുറ്റും ഞാൻ കാണുന്നുണ്ട്. ഇത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ആസ്പെക്റ്റും ഉണ്ട്. ഹെൽത്ത് ഫണ്ടമെന്റൽ റിയാലിറ്റിയാണ്. അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് ജീവിതത്തിലെ പ്ലഷറുകൾ അനുഭവിക്കേണ്ടെന്നല്ല. വൺസ് അപ്പോൺ എന്താ പറയാ, ഒക്കേഷണലി എന്നല്ല അദ്ദേഹം പറയുന്നത്. വല്ലപ്പോഴും നിങ്ങൾക്ക് എല്ലാം ആസ്വദിക്കാം. ഇൻ മോഡറേഷൻ, അദ്ദേഹം ഒരു മാജിക്കൽ വേർഡ് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നു, ഇൻ മോഡറേഷൻ. എല്ലാം ആസ്വദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർബിഡൻ ആയിട്ടുള്ള കുറെ ഫുഡുണ്ട്, എല്ലാം ആസ്വദിക്കാം. പക്ഷെ അത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കണം. കയറി ആക്സിലേറ്റർ കൊടുക്കാൻ മാത്രമല്ല, ബ്രേക്കും കൂടെ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ പായസവും ഐസ്ക്രീമും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും നമുക്കത് ഞാനൊക്കെ ഇപ്പോൾ ജസ്റ്റ് 1 അല്ലെങ്കിൽ 2 സിപ്പ് പായസം, 2 സിപ്പ്, ഒരു ഗ്ലാസ് കിട്ടിയാൽ 2 സിപ്പ് കഴിഞ്ഞാൽ ആ 2 സിപ്പ് കൊണ്ട് ഞാൻ അതിനെ അറിഞ്ഞങ്ങോട്ട് കുടിക്കും. എന്നിട്ട് മതി, സ്റ്റോപ്പ് എന്നോട് തന്നെ പറയും. നേരെ മറിച്ച് പണ്ടത്തെ പോലെ 1 ഗ്ലാസോ 2 ഗ്ലാസോ 3 ഗ്ലാസോ ഒക്കെ കുടിച്ചിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ ഇപ്പൊ കുടിച്ചാലോ? പറ്റില്ല. അന്ന് നമ്മുടെ ആരോഗ്യം ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആണ്, ഇപ്പം ഏണിംഗ് ആണ്. അതാണ് വ്യത്യാസം. നമുക്ക് ആരോഗ്യമാണ് വലുത്, അല്ലേ? നമുക്ക് പായസമാണ്, 1 ഗ്ലാസ് പായസം അല്ല വിഷയം. നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇവിടെ ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളെ കൊണ്ട് ലോകത്തിനും പ്രയോജനമുണ്ട്, ആരോഗ്യം കൊണ്ട് നമുക്കും പ്രയോജനമുണ്ട്, ലോകത്തിനും പ്രയോജനം ഉണ്ടാവണം. അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്നത്, എല്ലാം മോഡറേഷനിലാവാം, പക്ഷെ അധികമാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ റൂളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നെക്സ്റ്റ് റൂൾ വരുന്നത്. എന്താണ് നെക്സ്റ്റ് റൂൾ? നെക്സ്റ്റ് റൂൾ പറയുന്നത് കുറച്ചുകൂടെ രസമുള്ള ഒരു റൂളാണ്. ഈറ്റ് ദ എലിഫന്റ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് കേട്ടിട്ടുണ്ടാവും, കാര്യം നമ്മൾ മുമ്പൊരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. ഈറ്റ് ദ എലിഫന്റ്. ഇതാണ് നെക്സ്റ്റ് റൂൾ. എങ്ങനെയാണ് നമ്മൾ എലിഫന്റിനെ ഈറ്റ്? ഒരു ആനയെ നമ്മൾ എങ്ങനെ ഭക്ഷിക്കും? ഇവിടെ ഈ ചോദ്യം ഞാൻ ഈ ക്ലാസ്സിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ആദ്യം അതിനെ പീസാക്കുക, എന്നിട്ട് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങുക. ഇങ്ങനെയാണ് ആനയെ ഭക്ഷിക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് ഒരാനയ്ക്ക് 3500 മുതൽ 5000 വരെ കിലോഗ്രാം ഭാരമുണ്ട്. മനുഷ്യൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിന്റെ വെയിറ്റ് എത്രയാ? നമ്മൾ ഒരു ദിവസം എത്ര കിലോ ഫുഡ് കഴിക്കും? 1.5 കിലോ ഫുഡ് കഴിക്കും സാധാരണ മനുഷ്യൻ. അപ്പൊ നമ്മൾ വിചാരിക്കാം 1.5 കിലോ, അത്രയൊക്കെ കഴിക്കും. 1.5 കിലോ ഫുഡ് നമ്മൾ ദിവസവും എടുക്കുന്നുണ്ട്. 1.5 കിലോ മിനിമമാണ് കേട്ടോ, മിനിമമാണ്. നിങ്ങൾ നല്ല ഫോമിലേക്കൊക്കെ പോയാൽ അത് 2-2.5 എത്തും.
ഇപ്പോൾ 1.5 കിലോ ഫുഡ് വെച്ച് നമ്മൾ ആവറേജ് കഴിച്ചു കഴിഞ്ഞാൽ 3500 കിലോ ഭാരമുള്ള ഒരു ആനയെ കഴിക്കാൻ 6.5 വർഷം വേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ആന എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട ചില ഹൈ വാല്യൂ, നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ചില ഹൈ വാല്യൂ ടാർഗറ്റുകൾ. അങ്ങനെ 2ഓ 3ഓ സംഗതികൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും. 2ഓ 3ഓ വിജയങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിനെ ഫുൾഫില്ല് ചെയ്യുന്ന അത്രയും ഗ്രാവിറ്റി ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ എലിഫന്റ് ആയിട്ട് കാണണം. അത് എലിഫന്റ് തന്നെയാണ്, എളുപ്പമല്ല. എന്താണ് എലിഫന്റ് എന്ന് പറയാൻ കാര്യം? അതൊരു ഹ്യൂജ് ടാസ്ക് ആണ്, അത് എളുപ്പമല്ല. അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഹ്യൂജ് ആണ്. അത്തരത്തിലുള്ള കുറച്ച് ടാസ്കുകൾ വരും. അങ്ങനത്തെ 2ഓ 3ഓ ടാസ്കുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് മാറി മറിയും. അപ്പം എലിഫന്റ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം ലൈഫിൽ അദ്ദേഹം ചെയ്ത എലിഫന്റുകളുണ്ട്. ആ എക്സാമ്പിളിലൂടെയാണ് നമ്മുടെ ചേതൻ ഭഗത് ആ എലിഫന്റിനെ പറഞ്ഞു തരുന്നത്. ഈ റൂള് പറഞ്ഞതിന് ശേഷം വിരാജിന്റെ കൈ പിടിച്ചുകൊണ്ട് ചേതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് തുടങ്ങിയത്. പക്ഷെ ആക്ച്വലി ഞാൻ എന്നെയാണ് ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എൻ്റെ പാസ്റ്റിനെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർത്തെടുക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇവിടെ പറയുന്നത് സ്വന്തം പാസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചേതൻ ഭഗത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനമ്മ ചേതൻ 3 പേരാണ്. അച്ഛനൊരു പട്ടാളക്കാരൻ, അമ്മ ഒരു ഡോക്ടർ. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു സ്വരച്ചേർച്ചയുമില്ല. അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് ഇടയ്ക്കേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ ആ വീട് ഒരു നരകമായിരിക്കും. എപ്പോഴും ഷൗട്ട് ചെയ്യും. എപ്പോഴും അല്ല, വന്നു കഴിഞ്ഞാൽ അമ്മയായിട്ട് ഫൈറ്റിംഗ് ആണ്. അമ്മയായിട്ട് നല്ല പ്രശ്നമാണ്. പട്ടാളത്തിന്റെ എല്ലാ ചിട്ടകളും വീട്ടിൽ അദ്ദേഹം എടുക്കും. മകന്റെ അടുത്ത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു പട്ടാള ഓഫീസർ തന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരോട് പെരുമാറുന്ന അതേ കാർക്കശ്യത്തോടു കൂടിയാണ് അച്ഛൻ പെരുമാറുന്നത്. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പം ഷൗട്ട് ചെയ്യും, ചിലപ്പോൾ ബെൽറ്റ് ഊരി അടിക്കും. അതിനൊന്നും യാതൊരു മടിയുമില്ലാത്ത ഒരാളാണ് ചേതന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ചേതൻ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചേതൻ നടുങ്ങും. ഓർക്കാനൊന്നുമില്ല. അത്രയധികം സ്നേഹമൊന്നും അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വളരെ കർക്കശമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നത്. പഠിക്കുക എന്നുള്ള മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരേ ഒരു ടാസ്ക്. മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ടില്ല. തനിക്ക് ചുറ്റും ഉണ്ടായിരുന്നവരും ഈ അച്ഛൻ്റെ അമ്മയുടെ നെഗ്ലിജൻസ് ഒരുപാടുണ്ട്. അതായത് അച്ഛൻ അടുത്തുണ്ടാവില്ല, അമ്മ പലപ്പോഴും ജോലി തിരക്കിലായിരിക്കും. അപ്പം പലരും ഇദ്ദേഹത്തെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചേതൻ പറയുന്നത്. അടുത്ത വീട്ടിലൊക്കെയുള്ള മുതിർന്നവർ ഇദ്ദേഹത്തെ ശാരീരികമായി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് അദ്ദേഹം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായിരുന്നു. പക്ഷെ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൽ ചില വെളിച്ചങ്ങൾ വരുവാണ്. ആ മുറിവിലൂടെ വെളിച്ചം വരുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ ചില രഹസ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. തനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ തന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെന്നും തനിക്ക് രക്ഷപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞത് ആ വീട്ടിൽ നിന്ന്, ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എനിക്ക് ഒരേ ഒരു മാർഗമായിട്ട് എനിക്ക് ഒടുവിൽ മനസ്സിലായത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പഠിച്ചില്ലെങ്കിൽ ഞാൻ എക്കാലവും ഇവിടെ പെട്ടുപോകും. ഈ ഒരു വീട്ടിൽ, ഈ നരകത്തിൽ ഞാൻ പെട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ചേതൻ പഠനം ഗൗരവമായിട്ടെടുത്തു. ഗൗരവമായിട്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള ഐഡിയാസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം IIT എൻട്രൻസ് എക്സാം, JEE IIT എൻട്രൻസ് എക്സാം എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം 2 വർഷത്തെ ടൈമാണ് ഫിക്സ് ചെയ്തത്. അച്ഛൻ്റെയൊക്കെ പ്രഷറും ഉണ്ട്. അവർക്കൊക്കെ ഇദ്ദേഹം IIT എഴുതണമെന്നുണ്ട്. അപ്പൊ 2 വർഷത്തെ സമയമെടുത്ത് IIT എക്സാമിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്യാണ്. അതിനെ ഒരു എലിഫന്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അതൊരു ഹ്യൂജ് ടാസ്ക് ആണ്.
IIT എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ. എളുപ്പമല്ല, നമുക്കറിയാം. IIT അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നും പോരാ. വലിയ നല്ല അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു സമർപ്പിതമായ ലൈഫ് തന്നെ വേണ്ടി വരും. അദ്ദേഹം പറയുന്നത്, ഞാനിതിനെ ഈ ഹ്യൂജ് ടാസ്കിനെ ആദ്യം ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കി, അതിനുശേഷം ഞാൻ അതിനെ പാർട്ടായിട്ട് തിരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയണത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഇങ്ങനെ 3 സബ്ജക്റ്റുകളാണ് IIT എക്സാമിന് വരുന്നത്, എൻട്രൻസ് എക്സാമിന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ അവിടെ കഴിഞ്ഞു. അദ്ദേഹത്തിന് മുമ്പിലുള്ള ആന JEE എൻട്രൻസ് എക്സാം ആണ്, ജോയിന്റ് എൻട്രൻസ് എക്സാം ആണ്. അതിന്റെ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇനി ഈ 3 സബ്ജക്റ്റുകളെ അദ്ദേഹം വീണ്ടും ക്ലാസിഫൈ ചെയ്തു, അതിലെ സബ്ജക്റ്റുകൾ വെച്ചിട്ട്, ടോപ്പിക്കുകൾ എടുത്തിട്ട്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് 40 തൊട്ട് 50ഓളം ടോപ്പിക്കുകൾ കിട്ടി ഓരോന്നിലും. എന്നിട്ട് അതിനെ വീണ്ടും സബ് ടോപ്പിക് ആയിട്ട് അദ്ദേഹം വീണ്ടും ഡിവൈഡ് ചെയ്തു. കാര്യം ആനയെ കഴിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ പീസാക്കിയെങ്കിലേ അത് കഴിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മൊത്തം 500 പീസുകളാക്കി അതിനെ മാറ്റി. കൃത്യം 500 ബ്ലോക്കുകളാക്കി IITയെ മാറ്റി. IITയുടെ ടോട്ടൽ ആ ഒരു അദ്ദേഹത്തിന്റെ കരിക്കുലം എടുത്തിട്ട്, അതിൻ്റെ ഒരു സിലബസ് എടുത്തിട്ട് അതിനെ 500 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. എന്നിട്ട് ആ ഫസ്റ്റ് ബ്ലോക്ക് അദ്ദേഹം ഫിനിഷ് ചെയ്യുക. അതിന് അദ്ദേഹം പറയണത് 1.5 ദിവസം എടുത്തു എന്നാണ് പറയണത്. ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ ഫിനിഷ് ചെയ്യാൻ 1.5 ദിവസമാണ് എനിക്ക് വേണ്ടി വന്നത്. അത് കഴിഞ്ഞ് 1.5 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അപ്പോഴും അത് വലിയ ആന തന്നെയാണ്. 1.5 ദിവസം കഴിഞ്ഞപ്പോഴും അത് ആന തന്നെയാണ്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ, 500 - 1 ആണ് ഇപ്പോൾ. പഴയ ആനയല്ല. പിന്നെയോ, പഴയ ആന 500 ആണെങ്കിൽ ഇതോ 500 - 1. ഞാൻ അത്രയും ഞാൻ അച്ചീവ് ചെയ്തു. ഈ ഒരു മൈൻഡ് സെറ്റിലൂടെ ഇദ്ദേഹം മുമ്പോട്ട് പോയി. ഇനി വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ആദ്യം നമ്മൾ അതിനെ ടാർഗറ്റ് ഫിക്സ് ചെയ്തു, അതിനെ ചെറിയ ബ്ലോക്കുകളാക്കി തിരിച്ചു. ഇനി വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പെട്ടുപോകും. എന്താണ് സംഭവം? പൈലപ്പ് ചെയ്യും. ഇത് ദിവസേന ചെയ്തു പോയില്ലെങ്കിൽ ടൈമും ഈ ബ്ലോക്കുകളും തമ്മിൽ ചേരണ്ടാവും. ഇതിനിടയ്ക്കൊക്കെ അദ്ദേഹം ഡീമോട്ടിവേറ്റഡ് ഒക്കെ ആവുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ആഴ്ചകളോളം പഠിക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും അദ്ദേഹം സ്വയം മോട്ടിവേറ്റഡ് ആയി. കാര്യം വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. പിന്നെ ഇതിനോട് എന്തോ ഒരു പാഷനും തോന്നി തുടങ്ങി. പഠനം എന്നുള്ള പ്രക്രിയയോട് അദ്ദേഹത്തിന് ഒരു പാഷനൊക്കെ ചില സമയത്ത് മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ അദ്ദേഹം കറസ്പോണ്ടൻസ് ആയിട്ട് അതിന്റെ മറ്റ് സിലബസും അതിനെ പഠിക്കാനുള്ള മറ്റ് ഗൈഡുകളും ഒക്കെ കറസ്പോണ്ടൻസ് ആയിട്ടാണ് അദ്ദേഹം വരുത്തുന്നത്. ഇന്നത്തെ പോലെ ഓൺലൈൻ കോച്ചിങ്ങുകളില്ല. ഏതായാലും 2 വർഷം കടന്നുപോയി. ഒരു ദിവസം 5 മണിക്കൂറാണ് അദ്ദേഹം അലോട്ട് ചെയ്തത്. 5 മണിക്കൂർ. ആഴ്ചയിൽ 5 ദിവസമാണ് അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെച്ചത്. 2 ദിവസം അദ്ദേഹം കുറച്ച് റിലാക്സ് ചെയ്യുമായിരുന്നു. ഏതായാലും അതിനുള്ളൊരു അവസരം അദ്ദേഹത്തിന് കിട്ടി. പൊതുവെ നോർത്തിലുള്ള എല്ലാവരും ഈ ഒരു പാറ്റേൺ ഞാൻ വായിക്കുമ്പോൾ, പണ്ട് വീട്ടിൽ CSR എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വരും. അപ്പോൾ അതിൽ IAS ടോപ്പേഴ്സിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതേ സെയിം പാറ്റേണിൽ കുറേ കാര്യങ്ങൾ എന്നാൽ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും ആലോചിക്കുക, CSR റിവ്യൂ വായിച്ച് ഞാൻ ഒരുപാട് IAS ടോപ്പേഴ്സിന്റെ സീക്രട്ടുകൾ ഞാൻ വായിച്ചു. സീക്രട്ട് ഒന്നും അവർ റിവീൽ ചെയ്യില്ല. അത് എനിക്ക് ഇപ്പം സങ്കടം തോന്നുക. സീക്രട്ട് ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. അവർ പറയണത് ഞങ്ങൾ 2 വർഷം കഠിനാധ്വാനം ചെയ്തു, അല്ലെങ്കിൽ 5 വർഷം കഠിനാധ്വാനം ചെയ്തു. ഈ 5 വർഷം ഇവർ എന്ത് കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് പറയില്ല അവർ അതിനു വേണ്ടി ഇട്ട എഫർട്ട് എന്ന് പറയും. പക്ഷെ ആ എഫർട്ട് എന്താണ്, ഏത് രീതിയിലാണ് അവർ മുമ്പോട്ട് പോയത്, ഇതൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോ ഈ ചേതന്റെ പുസ്തകം വായിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് രണ്ടും കൂടെ എനിക്ക് കണക്ട് ആയത്. ഈ രീതിയിലാണ് എഫർട്ട് ഇടേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ CSR റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ മോട്ടിവേഷൻ ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവർ ഹാർഡ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം കിളയ്ക്കുന്നതും ഹാർഡ് വർക്കാണ്. കിളച്ചുകൊണ്ട് നമുക്ക് IIT കിട്ടുമോ? അല്ലെങ്കിൽ എവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാൽ കിട്ടുമോ? ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണം, അവിടെയാണ് കാര്യം. ആ ചെയ്യേണ്ട കാര്യം അവർ പറഞ്ഞു തരില്ല. പകരം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തെറ്റായിരുന്നു. അതൊരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം.
സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സീക്രട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഈറ്റ് ദ എലിഫൻറ്റ്. സാധാരണ കിട്ടാത്തൊരു ഒരു അവയർനെസ് ആണിത്. ഏതായാലും 2 വർഷം അദ്ദേഹം ഈ രീതിയിലാണ് പഠിച്ചത്. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. 500 പീസുകളാക്കി തിരിക്കുകയും ദിവസം 5 മണിക്കൂർ വെച്ച് പഠിക്കുകയും ആഴ്ചയിൽ 5 ദിവസം പഠിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം 2 വർഷം മുമ്പോട്ട് പോയി. 2 വർഷം കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് 3 മാസം കാത്തിരിക്കേണ്ടി വരുന്നു റിസൾട്ടിന് വേണ്ടി. അവസാനം തൻ്റെ റിസൾട്ട് കോളേജിൽ ഒട്ടിച്ചിട്ടുണ്ട്, പുറത്ത് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് കേട്ട് മിടിക്കുന്ന ഹൃദയവുമായിട്ട് അദ്ദേഹം ചെല്ലുകയാണ്. അദ്ദേഹത്തിന് അപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം ഒരുപാട് മിടുക്കന്മാരുണ്ട്, ചെറുതൊന്നുമല്ല. അങ്ങനെ അദ്ദേഹം തിക്കിത്തിരക്കി ആ ലിസ്റ്റ് വായിക്കുകയാണ്. ലിസ്റ്റ് വായിച്ച് താഴോട്ട് വരുമ്പോൾ ചേതൻ ഭഗത് റാങ്ക്ഡ് 326, അതായത് ഇന്ത്യയിൽ തന്നെ 326ാമത്തെ റാങ്കിൽ ചേതൻ ക്വാളിഫൈ ചെയ്തു. ചേതൻ പറയുന്നത് ആ 10 സെക്കൻഡ് ഞാൻ ബ്ലാങ്ക് ആയി പോയി എന്നാണ് പറഞ്ഞത്. എൻ്റെ എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞ ആ 10 സെക്കൻഡ് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. അദ്ദേഹം പറയണത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അതെനിക്ക് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കോൺഫിഡൻസ് തന്നു എന്നാണ് പറയുന്നത്. എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും, ചെയ്തില്ലെങ്കിൽ അതിനും റിസൾട്ട് ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു വിജയത്തോടു കൂടിയാണ്. ഇങ്ങനെയൊരു വിജയം താൻ നേടിയെടുത്ത, താൻ ഏൺ ചെയ്ത വിജയം, ഇതാണ് ഏൺഡ് ഡോപ്പമൈൻ. ചീപ്പല്ലത്, ഇതൊട്ടും ചീപ്പല്ല. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കാഷ്വലായിട്ട് ജീവിക്കായിരുന്നു, സിനിമയൊക്കെ കണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങി ജീവിക്കായിരുന്നു. അത് ചീപ്പ് ഡോപ്പമൈൻ. പക്ഷെ ഇത് ഏൺഡ് ഡോപ്പമൈൻ. ഇത് വളരെ കുറച്ച് പേർക്ക്, അല്ലേ, ഇന്ത്യയിൽ തന്നെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഡോപ്പമൈൻ ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം എൻട്രൻസിന് ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ. ഇത് ഞാനിവിടെ വിശദമായിട്ട് പറയാൻ കാരണം നിങ്ങളുടെയൊക്കെ ഏജ് ഇതായതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ പലരും പ്രിപ്പറേഷൻ മോഡിൽ ഇരിക്കുന്ന പലരും ഉണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അദ്ദേഹം രണ്ടാമതൊരു എലിഫന്റിനെ പിടിച്ചു. ആ എലിഫന്റ് എന്ന് പറയുന്നത് ഏതാണ്? അദ്ദേഹം MIT ആണോ അതോ അദ്ദേഹം ബിസിനസ് മാനേജ്മെന്റിന്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു എൻട്രൻസിന് ഇതേപോലെ പ്രിപ്പയർ ചെയ്തു, അത് വിജയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുന്നത് തന്റെ രണ്ടാമത്തെ എലിഫന്റ് എന്ന് പറഞ്ഞാൽ അതല്ല, MIT പോയതല്ല അദ്ദേഹം തന്റെ രണ്ടാമത്തെ എലിഫന്റ് ആയിട്ട് പറയുന്നത്. ക്യാറ്റ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ എലിഫന്റ് പൂച്ചയാണ്, ക്യാറ്റാണ്. അപ്പൊ രണ്ടാമത്തെ എലിഫന്റ് ആയിട്ട് ചേതൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയതിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ഫസ്റ്റ് ബുക്കിന്റെ പേര് ഞാൻ മറന്നുപോയി. അതാണ് 3 Idiots ആയത്. 3 Idiots എന്ന് പറഞ്ഞ സിനിമയായ പുസ്തകം അതാണ്. ഈ പുസ്തകത്തിന് വേണ്ടി, ഈ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം ഹോങ്കോങ്ങിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബിസി ഷെഡ്യൂളുള്ള ഒരു ബാങ്കാണ്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ആഗ്രഹം വരികയാണ്, എഴുതണം. ഞാനൊരു റൈറ്ററാണ്. ഞാനിങ്ങനെ ബാങ്കിൽ മാത്രം ജോലി എടുത്ത് ജീവിക്കേണ്ട ഒരു ആളല്ല. എത്ര തന്നെ ശമ്പളം കിട്ടിയാലും ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല. എനിക്ക് എഴുതാൻ അറിയാം. പക്ഷേ അദ്ദേഹം കൊച്ചു ആർട്ടിക്കിളൊക്കെ എഴുതി മാസികകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഓൾറെഡി അദ്ദേഹം എഴുതാറുണ്ട് മാസികകൾക്കൊക്കെ. പക്ഷെ അത് പോരാ, ഒരു ബുക്ക് എഴുതണം. പലരും എന്നോട് ചോദിച്ചു തുടങ്ങി, അദ്ദേഹത്തിന്റെ വെൽവിഷേഴ്സ് ഒക്കെ ചോദിച്ചു തുടങ്ങി, ചേതൻ എന്നാണ് നിങ്ങളൊരു പുസ്തകം എഴുതുന്നത്? നിങ്ങളുടെ പുസ്തകത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോൾ ചേതന്റെ ഉള്ളിൽ തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു ആഗ്രഹം. കാര്യം അദ്ദേഹം അതിനുവേണ്ടി ജനിച്ച ആളാണ്. ഹോങ്കോങ്ങിലെ ബാങ്കിൽ ഇരിക്കാൻ വേണ്ടി ജനിച്ച ആളല്ല അദ്ദേഹം. അദ്ദേഹം എഴുതിയപ്പോഴല്ലേ അദ്ദേഹം ചേതൻ ഭഗത്തായത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിനെ എന്താക്കി കണ്ടു? ഒരു എലിഫന്റ് ആക്കി കണ്ടു. എഴുത്തെന്നുള്ളതിനെ അദ്ദേഹം ഒരു എലിഫന്റ് ആക്കുക മാത്രമല്ല, അതിനെ അദ്ദേഹം ചെറിയ ചെറിയ സെഗ്മെന്റുകൾ, ബ്ലോക്കുകളാക്കി തിരിച്ചു. അദ്ദേഹം പറയണത്, ഞാൻ ഒരു ദിവസം ഞാൻ 1.5 പേജ് എഴുതും എന്നൊരു തീരുമാനം എടുത്തു. തൻ്റെ ബിസി ഷെഡ്യൂളിൽ തിരിച്ചു വന്നതിന് ശേഷം 1.5 പേജ് ഞാൻ എഴുതും. ഇത് അദ്ദേഹം പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നൊക്കെ ഉണ്ട്, എന്നാലും കൺസിസ്റ്റന്റ് ആയിരുന്നു. 1 വർഷം കൊണ്ട് അദ്ദേഹം തൻ്റെ പുസ്തകം ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അത് തനിച്ചിരുന്ന് എഡിറ്റ് ചെയ്തു, പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് പോയി. അവരിത് വായിച്ച് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. തൻ്റെ പുസ്തകമൊന്നും പ്രസിദ്ധീകരിക്കാനുള്ള യോഗ്യത ഇല്ലടോ എന്ന് പറഞ്ഞിട്ട്. ചേതന് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാര്യം അദ്ദേഹം അതുവരെ കോൺഫിഡൻ്റ് ആയിരുന്നു.
പക്ഷേ പല പബ്ലിഷേഴ്സും അതിനെ വെറും ചവറാക്കി കണ്ടു. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വീണ്ടും തൻ്റെ കഴിവുകളെ എടുക്കണമെന്ന് അദ്ദേഹത്തിന് വീണ്ടും ഒരു വാശിയായി. അതാണ്. ആ ഒരു തിരിച്ചടി അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്കാണ് പോയത്. ഇനി എനിക്ക് തിരിച്ചു പോക്കില്ല. ഞാൻ എഴുതി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക തന്നെ. കാര്യം ഇത് വർത്താണ്. ഇത് പ്രസിദ്ധീകരിക്കേണ്ട പുസ്തകമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. തനിക്ക് ലോകത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ആ തിരിച്ചടിയിലൊന്നും കുലുങ്ങിയില്ല. അദ്ദേഹം വീണ്ടും ഒരു വർഷം ഡെഡിക്കേറ്റ് ചെയ്തു. അത് റീറൈറ്റ് ചെയ്തു. റീറൈറ്റ് ചെയ്ത പുസ്തകം അദ്ദേഹം ഒരു പബ്ലിഷറുടെ കൊടുത്തു. പിന്നെ അദ്ദേഹം പറയുന്നത് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മൊത്തം ഒരു 2-2.5 വർഷത്തെ എഫേർട്ട് ഉണ്ട്. 3 വർഷത്തോളം അദ്ദേഹം എഫേർട്ട് ഉണ്ട്. 3 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആനയെ അദ്ദേഹം വിഴുങ്ങുക തന്നെ ചെയ്തു. അദ്ദേഹം പറയുന്നത് ആ പബ്ലിഷേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലറുകൾ, ഏറ്റവും വിറ്റഴിഞ്ഞ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം. അത് പിന്നീട് സിനിമയായി. 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയായി മാറി. ഇപ്പം അദ്ദേഹം പറയാ, ഇങ്ങനത്തെ 1, 2, 3 എലിഫൻസിനെ നിങ്ങൾ വിഴുങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് യു ആർ അച്ചീവർ. നിങ്ങളൊരു അച്ചീവറാണ്. നിങ്ങൾ നേടേണ്ടത് നേടിക്കഴിഞ്ഞു, എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒന്നുമില്ല, പക്ഷെ ഞാൻ നേടിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് എലിഫൻസുകളായിരുന്നു. അതല്ലെങ്കിൽ ഞാനൊരു ശരാശരിക്കാരനായിട്ട് ജീവിച്ചു പോകേണ്ട ആളാണ്. പക്ഷെ ഞാൻ ചില ആനകളെ, ചില എലിഫൻസിനെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു എൻ്റെ സമയം. അത് വെറുതെ ഡെഡിക്കേറ്റ് ചെയ്തതല്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് സ്മാർട്ടായിട്ട് ഞാൻ എഫേർട്ട് ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് അല്ല കേട്ടോ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നവരെ സൂക്ഷിച്ചു. ഹാർഡ് വർക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു വാക്കാണ്. ഹാർഡ് എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. ഹാർഡ്ലി എന്നൊക്കെയുള്ള വാക്ക് നെഗറ്റീവാണ്. സ്മാർട്ട് വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഉഷാറ് വരും. അതാണ്, ഈ വാക്കുകളിൽ ചില സംഗതികളുണ്ട്. എക്സർസൈസ് എന്നുള്ള വാക്കും ഞാൻ നേരത്തെ പറഞ്ഞതാ, എക്സർസൈസ് എന്നുള്ള വാക്കും വർക്കൗട്ട് എന്നുള്ള വാക്കും ഡിഫറെൻ്റ് ആണ്. എക്സർസൈസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അവേർഷനെ തോന്നുക, കാര്യം എക്സേർട്ട് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട്. പക്ഷെ വർക്കൗട്ട് എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ബെറ്റർ വാക്കാണ്. പിന്നെയും നല്ല വാക്കുകളൊക്കെ എടുക്കാം. അപ്പം ഹാർഡ് വർക്ക് അല്ല അദ്ദേഹം ചെയ്തത്, സ്മാർട്ട് വർക്കാണ്. പക്ഷെ ആ സ്മാർട്ട് വർക്കിൽ അദ്ദേഹം വിഴുങ്ങിയത് ആനകളെയാണ്, എലിഫൻസിനെയാണ്. ഈറ്റ് ദ എലിഫന്റ് എന്നുള്ള ചാപ്റ്ററിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ തൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന, ഇതിന് അനുബന്ധമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കൺസിസ്റ്റൻസിക്കാണ് പ്രാധാന്യം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. കാര്യം ഇതിനെ നിങ്ങൾ ആദ്യം തന്നെ ചെറിയ ബ്ലോക്കുകളാക്കി തിരിച്ചു കഴിഞ്ഞു. ആ വലിയ ടാസ്കിനെ നിങ്ങൾ ചെറിയ ബ്ലോക്കുകളാക്കി തിരിച്ചു കഴിഞ്ഞു. ഇനി ആ ബ്ലോക്ക് മാത്രം ചെയ്താൽ മതി, അവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ ഫോക്കസിങ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങളിത് ഇപ്പം ഞാൻ പറയാണ്, നിങ്ങളിത് ഏത് എഫർട്ടിലും ഏത് കാര്യത്തിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കൂ. ഇപ്പോൾ ഓഫീസിലായാലും നിങ്ങളുടെ മറ്റ് മേഖലകളിലായാലും എവിടെയായാലും നമ്മുടെ മുമ്പിലേക്ക് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അയ്യോ ഈ ജോലിയും കൂടെ വേണമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മളൊന്ന് ഇരുന്നിട്ട് ഈ കിട്ടിയ ജോലിയെ അതേ പീസാക്കി മാറ്റിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് കണ്ടുപിടിക്കുക. അത്രയും നമ്മൾ ഒരു സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. ഞാൻ പണ്ട് പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. എനിക്ക് എലക്ഷൻ സമയത്ത് ഒരു വലിയ ടാസ്ക് കിട്ടി. ഇപ്പം എലക്ഷന് പേര് ഉള്ളവരെ ഇല്ലാത്തവരെ വേർതിരിക്കണം. അതായത് മരിച്ചു പോയവരെയൊക്കെ നമുക്ക് ഒഴിവാക്കണം ലിസ്റ്റിൽ നിന്ന്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ മാറിപ്പോയവരുണ്ട്, മരിച്ചു പോയവരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വേണം ഒഴിവാക്കാൻ. അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരാളുടെ വോട്ട് നഷ്ടമാകുന്ന മാത്രമല്ല, അയാൾ ഓഫീസിൽ വന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഭയങ്കര ഇഷ്യൂ ആണ് അത്. എല്ലാവർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം അത് അത്രയ്ക്കും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, നമുക്ക് ഉറപ്പോടുകൂടി ചെയ്യേണ്ട ജോലിയാണ്.
അപ്പൊ ഈ ജോലിയെ ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ സമയത്ത് ഞാൻ മറ്റേ പുസ്തകം എടുത്തോണ്ടിരുന്നതാ, നമ്മളുടെ ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. അതിനകത്ത് ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്തു. ഞാൻ ആദ്യം ആ കിട്ടിയ ടാസ്കിനെ ചെറുതായിട്ട് ബ്ലോക്കുകളാക്കി. കൊച്ചു 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 ബ്ലോക്കുകളാക്കി. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ചെറിയ ബ്ലോക്ക് എടുത്തു. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരിപാടിയെ മൊത്തത്തിൽ ഞാൻ കണ്ടില്ല. ആനയെ ഞാൻ ആദ്യം പീസാക്കി കളഞ്ഞു. പീസാക്കാൻ തന്നെ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ മുമ്പിൽ ആ ആനയില്ല പിന്നെ. മറ്റേ ആന ഇങ്ങനെ നിൽക്കും ടോട്ടലായിട്ട്. അതോടുകൂടി നമ്മൾ ആകെ വരണ്ടു പോകും. നമ്മൾ ആ ആനയെ പീസാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആനയില്ല. പിന്നെ ആ പീസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ മേക്ക് എ കോൾ ആയിരുന്നു. ഫസ്റ്റ് പീസ് എന്താണ്? മേക്ക് എ കോൾ. ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. അതാണ് എൻ്റെ ടാസ്ക്. ശരിക്കും അങ്ങനെ കുറച്ച് ഫോൺ കോളുകൾ മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. ആ ടാസ്ക് കഴിഞ്ഞു. നേരെ മറിച്ച് അത് മൊത്തത്തിൽ കിട്ടിയപ്പോൾ ഞാൻ വരണ്ടു പോയി. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇങ്ങനെ നമുക്ക് ഏത് ടാസ്കും നമുക്കിങ്ങനെ പീസാക്കാം. പീസാക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഇതാണ് അദ്ദേഹം പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. നമ്മൾ സ്മാർട്ട് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഒരിക്കലും ഇത് പൈലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ദിവസം ഒരുപാട് ജോലി ചെയ്തിട്ട് പിന്നെ ദിവസം റെസ്റ്റ്, അങ്ങനെയൊന്നുമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ചെറിയ ചെറിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ശരിക്കും ഈ ലോകത്തെ എല്ലാ മാറ്റങ്ങളും അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, ഒറ്റയടിക്കല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ 2 ആനകളെ ഒരിക്കലും ഒരുമിച്ച് കഴിക്കാൻ നോക്കരുത്. പ്രത്യേകം പറഞ്ഞ 1 അറ്റ് എ ടൈം. ഒരു മേജർ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കരുത്. ഒന്നും അവിടെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ അവിടെ കൊണ്ട് വെച്ചാൽ കഴിഞ്ഞു. ഇപ്പൊ വിരാജ് ശുക്ലയുടെ പ്രശ്നം അർപ്പിതയാണ്. വിരാജ് ശുക്ല പറയുന്നുണ്ട്, ഞാൻ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാതെ പോയതിന്റെ പ്രധാന റീസൺ ഞാനൊരു വ്യക്തിയിലല്ല ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിരാജ് പറയുന്നുണ്ട്. അർപ്പിത എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഞാൻ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ കൂട്ടുകാരനൊക്കെ ഇപ്പം ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ജോലിയാണ്, അവർക്ക് സർക്കാർ ജോലി കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അവൻ എല്ലാ ദിവസവും എന്നോട് പറയും, നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പഠിക്കുന്നില്ല, എനിക്കിപ്പോൾ ജോലിയാണ് ആവശ്യം. അതെനിക്ക് ഡെയിലി വേജസ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് അർപ്പിതയാണ് വലുത്. അർപ്പിതയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സമയം. അവളെ കെയർ ചെയ്തില്ലെങ്കിൽ അവൾക്ക് ഡിപ്രഷൻ വരും, അവൾക്ക് മൂഡ് സ്വിങ്സ് വരും. അതുകൊണ്ട് അവളെ കെയർ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അർപ്പിതയ്ക്ക് വേണ്ടിയും കൊടുത്തു, ഇയാളുടെ ജോലിക്ക് വേണ്ടിയും കൊടുത്തു വിരാജ്. അതേസമയം ഈ സുഹൃത്ത് എന്ത് ചെയ്തു? സുഹൃത്ത് അത് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അവസാനം അദ്ദേഹം ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായി. അർപ്പിതയാണ് ഇയാളെ വിട്ടിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ വന്നും പോയി ഇയാൾക്ക് ഈ ഡെയിലി വേജസ് മാത്രമേ ഉള്ളൂ. വിരാജ് അത് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, നമ്മൾ 2 മേജർ ടാസ്കുകൾ മുമ്പിൽ വെക്കരുത്. അതിലേതാണ് പ്രധാനം അത് മാത്രം. 2 എണ്ണത്തിനെ ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പണ്ട് പറഞ്ഞിരുന്ന എക്സാമ്പിളാ. കാട്ടില് സിംഹം മാനുകളെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് ശ്രദ്ധിച്ചാൽ മതി. സിംഹം ഒരു വലിയ ഗ്രൂപ്പിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. നമ്മൾ വിചാരിക്കും ഇയാൾ മൊത്തത്തിൽ ഇപ്പൊ പിടിക്കുമെന്ന്. പക്ഷെ സിംഹം 100 കണക്കിന് മാനുകളുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സിംഹം ഓടി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 100 പേരും പുള്ളിയുടെ ടാർഗറ്റിലുണ്ട് എന്ന് വിചാരിക്കും. ഇല്ല. 100 മാനുകളെ അദ്ദേഹം കണ്ടിട്ടില്ല. സിംഹത്തിന്റെ മുമ്പിൽ അതിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള, ഏറ്റവും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു മാൻ മാത്രമാണ് അവിടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിനെ സിംഹം നോക്കുന്നതേയില്ല. ആദ്യം സിംഹം ഓടി വന്ന് പിടിക്കുകയോ ഇല്ല. ആദ്യം ഈ ഗ്രൂപ്പിനെ സിംഹം പഠിക്കും. അത് ദൂരെ നിന്ന് അതിനെ നോക്കും, അതിനെ നിരീക്ഷിക്കും, ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് അതിലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ളതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും, അതിനെ സ്കെച്ച് ചെയ്യും. ഏറ്റവും സ്ലോ, ഏറ്റവും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒന്നിനെ സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനിടയ്ക്ക് വേറെ ഒരെണ്ണം വഴി വന്നാൽ പോലും സിംഹത്തിന്റെ ഫോക്കസ് മാറുമോ? മാറില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് കണ്ടിട്ടുണ്ട്.
ഒരെണ്ണത്തിനെ ഫോക്കസ് ചെയ്ത് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഹം അല്ലെങ്കിൽ ടൈഗർ, അതിനിടയ്ക്ക് ഈ വെപ്രാളത്തിനിടയിൽ തന്റെ അടുത്തൂടെ വേറൊരു മൃഗം ഓടിയാലും കാര്യം ഫോക്കസ് ആണ് മെയിൻ അവർക്ക്. ഫോക്കസ് ഇല്ലെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റില്ല. ശക്തി കൊണ്ട് മാത്രമല്ല അവർ പിടിച്ചു നിൽക്കുന്നത്, ഫോക്കസ് കൊണ്ടിട്ടാ. തൊട്ടടുത്ത് വരുന്ന ഒന്നിലേക്ക് അത് നോക്കില്ല. കാര്യം പ്രകൃതി പഠിപ്പിച്ചു കൊടുത്തേക്കുവാണ് സിംഹത്തിന്, ബി ഫോക്കസ്ഡ്. അതുകൊണ്ട് തൊട്ടടുത്ത് വേറൊരു എര വന്നാലും ഒരിക്കൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് മാറ്റില്ല. അവർ ഒരു കാരണവശാലും ആ ലോക്ക് മാറ്റില്ല. അങ്ങനെയാണ് അത് പോകുന്നത്. അതേസമയം 2 മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടിലും ഒരേപോലെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു മൃഗത്തിന് ഒന്നിനെയും കിട്ടാതാവും. പറഞ്ഞു വന്നത്, നമ്മുടെ മുമ്പിൽ ഒരേ പ്രാധാന്യത്തിൽ 2 ലക്ഷ്യങ്ങൾ വരരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്താ അത് ഓരോരുത്തരും താൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം. അങ്ങനെ മുതിർന്നവരുമായിട്ടും മെന്റേഴ്സുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് തൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യണം. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്മാർട്ടായിട്ട് പൊയ്ക്കോണം, ഫോക്കസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതിനോട് ഇക്വലന്റ് ആയിട്ട് മറ്റൊരു ലക്ഷ്യം നിങ്ങളുടെ കൂടെ വരരുത്. വന്നു കഴിഞ്ഞാൽ പോയി. ഒരു അർപ്യതയോ ഒരു വിരാജോ അവിടെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ പറയണത് ജീവിതത്തിൽ സ്നേഹം വേണ്ടെന്നൊന്നുമല്ല. ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്നേഹം. പക്ഷേ ലഹരി, 2 ലഹരികളാണ് മനുഷ്യനെ തകർത്തിട്ടുള്ളത്. ഒന്ന് ലഹരി പദാർത്ഥം, 2 മനുഷ്യൻ. ഈ 2 മനുഷ്യനോടുള്ള ലഹരിയും ലഹരി പദാർത്ഥത്തോടുള്ള ലഹരിയുമാണ് മനുഷ്യനെ തകർത്തിട്ടുള്ളത്. ശരിക്കുള്ള ലഹരി ഏതാണെന്നറിയാമോ? നമ്മളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കുള്ള ലഹരി. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഇതുവരെയുള്ള ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെ ശരിക്കുള്ള പ്ലഷർ, ശരിക്കുള്ള സംഗതി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അച്ചീവ് ചെയ്യലാണ്. ആ പർപ്പസിനെ ഇടയ്ക്ക് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ പറയുന്നത് മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെടരുതെന്നോ ഇടപെടരുതെന്നോ സ്നേഹമൊന്നും വേണ്ടെന്നല്ല. ഇതിന് ഇക്വലന്റ് ആയിട്ട് ഒന്നും വരരുത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, ഓരോന്നിനും ഓരോ സ്റ്റേജുകളുണ്ട്. അപ്പം നമ്മൾ ലൈഫ് ഈസ് അപ്പ് ഹിൽ അല്ലെ, അതൊരു കയറ്റമാണ്. ആ കയറ്റത്തിൽ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റ് ആകുകയേ ചെയ്യരുത്. ആയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. ലോങ് റണ്ണിൽ നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. ഇത് ഒരു ജനറൽ റൂളായിട്ട് മനസ്സിൽ വെച്ചിരിക്കുക. ജനറൽ റൂളായിരിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരേ സമയം 2 എലിഫൻസിനെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കരുത്. ഇനി അദ്ദേഹം പറയുന്ന അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ദ സൈക്കോളജി ബിഹൈൻഡ് ഈറ്റിംഗ് ദ എലിഫന്റ്. അദ്ദേഹം പറയുന്നത് ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒന്നാണ്, ഈറ്റിംഗ് ദ എലിഫന്റ്. അതായത് ഇത്രയും വലിയ ടാസ്കുകൾ ചെയ്യാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലാണ് ജീവിക്കുന്നത്. ഇപ്പം സിംഹം ഇരയെ പിടിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട്, ആ കുറച്ച് മിനിറ്റ് കൊണ്ട് തീരും അത്. അയാളുടെ ഫോക്കസും ടാർഗറ്റ് ഫിക്സ് ചെയ്യലും പഠിക്കലും ചാർജ് ചെയ്യലും പിടിക്കലും എല്ലാം ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. അവർക്ക് ലോങ് ടൈം ഗോളുകളൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. ലോങ് ടൈം ഗോളുകൾ എന്താന്ന് പോലും അറിയില്ല. ലോങ് ടൈം ഗോളുകളെ കുറിച്ച് യാതൊരു ബോധറേഷനും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുള്ള ചീപ്പ് ഡോപ്പമൈനിലൂടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തന്നെ ചെയ്യണം. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് ടൈം, അതായത് ഒരിക്കലും ലോകം ചെറിയ ചെറിയ ടാസ്കുകളെ റെക്കഗ്നൈസ് ചെയ്യില്ല. ഇപ്പൊ ചെറിയ ചെറിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കാം, നിങ്ങളുടെ മുറി വൃത്തിയാക്കി വെക്കാം, നിങ്ങളുടെ ബെഡ്ഷീറ്റ് മടക്കി വെക്കാം. അല്ലെങ്കിൽ പോട്ടെ, ഒരു ചാപ്റ്റർ പഠിക്കാൻ എത്ര നേരം വേണം? 1 മണിക്കൂർ മതി, 2 മണിക്കൂർ മതി ഒരു ചാപ്റ്റർ പഠിക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് പോയി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കൊച്ചു 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 ടാസ്കുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ടാസ്കുകളുണ്ട്. പക്ഷെ അത് ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല.
അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനൊന്നും സാധിക്കില്ല. നേരെ മറിച്ച് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള, ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് വരുവാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അതിനെ ലോകം റെക്കഗ്നൈസ് ചെയ്യും. അത് നമ്മളുടെ ലൈഫിൽ ഒരു മീനിങ്ങും പർപ്പസും ഒരു ഫുൾഫിൽമെന്റും നമുക്ക് കൊണ്ടുവരും. അത് നമുക്കൊരു ഡോപ്പമൈൻ തരും. ഏൺഡ് ഡോപ്പമൈൻ നമുക്ക് കിട്ടും. അതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു കഴിവാണ്. അദ്ദേഹം പറയണത് ഒരിക്കലും ഷോർട്ട് ടേം ഗോളിന് പുറകെ പോയിട്ടുള്ള ഒരു മനുഷ്യനും ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അച്ചീവിങ് എനിത്തിങ് റിമാർക്കബിൾ ഓൾവേസ് റിക്വയർസ് ലോങ് ടേം എഫേർട്ട്. അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് എന്താണ്? അച്ചീവിങ് എനിത്തിങ് റിമാർക്കബിൾ ആയിട്ടുള്ള എല്ലാ അച്ചീവ്മെന്റ്സും എവിടെ നിന്നാണ് വരുന്നത്? ലോങ് ടേം എഫേർട്ടിൽ നിന്നാണ് വരുന്നത്. ഷോർട്ട് ടേം എഫേർട്ടിൽ നിന്ന് വരില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാൾക്ക് അത് കിട്ടില്ല. അദ്ദേഹം പറയുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേമുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് 16 വയസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സിന് താഴെ ആയിരിക്കും എല്ലാവരും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നോക്കണം. ഇവിടെ നിന്നുകൊണ്ട് മുമ്പോട്ട് നോക്കുമ്പോൾ പുറകോട്ട് നോക്കാൻ നിങ്ങൾക്കറിയാലോ അല്ലേ? ഇപ്പം 16 വയസ്സുള്ള ഒരാളോട് ഞാൻ ചോദിക്കാം, 6 വയസ്സിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഓർമ്മ ഏതാന്ന് ചോദിച്ചാൽ അവർക്കത് പറയാൻ പറ്റും. 6 വയസ്സിൽ അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നതും അമ്മയുടെ കൈ പിടിച്ച് നടന്നതും ചേട്ടൻ്റെ കൈ പിടിച്ച് നടന്നതും ചേട്ടൻ സിനിമ കാണിക്കാൻ കൊണ്ടുപോയതും ഒക്കെ പറയാൻ പറ്റും. ഇതുപോലെ വിവിഡായിട്ട് നമുക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റുന്നത് പോലെ വിവിഡായിട്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകണം. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകണം. നമ്മൾ അടുത്ത 26 വയസ്സിൽ നമ്മൾ എന്തായിരിക്കും? 10 വർഷം കഴിഞ്ഞ് ഞാൻ എവിടെ ആയിരിക്കും? 5 തൊട്ട് ഓരോ 5 വർഷമായിട്ട് എടുക്കണം. 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെയാവും? 10 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെയാവും? 20 വർഷം കഴിയുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ചില എലിഫൻസുകളൊക്കെ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുന്ന എലിഫൻസിനെ ആ ടോട്ടാലിറ്റി ആദ്യം കിട്ടണം. ആ ടോട്ടാലിറ്റിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങൾക്കൊരു എലിഫന്റ് ഉണ്ട് അല്ലേ? അക്കാഡമിക്കലി ഒരു എലിഫന്റ് ഉണ്ട്. ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു എലിഫന്റ് ഉണ്ട്. അക്കാഡമിക്കലി ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു ടാസ്ക് കിടക്കുകയാണ്. നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരിക എന്നൊരു ടാസ്ക് സ്റ്റിൽ അതാണ് ഇതിനേക്കാളും മികച്ച ഒരു ടാസ്ക്. ജീവിതം കൊണ്ടുവരുന്ന രണ്ടാമത്തെ ആ ടാസ്ക്കാണ് മികച്ച ടാസ്ക്. അങ്ങനെ ഒരുപാട് ഈ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേറെയും എലിഫൻസിനെ കണ്ടുപിടിക്കും. ഇങ്ങനത്തെ 2-3 എലിഫൻസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് പർപ്പസ് ആയി, നമുക്ക് ജീവിക്കാനുള്ള ഊർജമായി, വെളിച്ചമായി, ഫോക്കസായി. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ 2 പോയിന്റുകളിലൂടെ നമ്മൾ പരസ്പര ബന്ധിതമായിട്ടുള്ള ഈ 2 പോയിന്റുകളിലൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ മികച്ച സീക്രട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനിയും പുതിയ സീക്രട്ടുകളുമായിട്ട് ചേതൻ വരുന്നത് വരെ